വെൽക്കം ടു രജാൻ. ഇതിന്റെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഷെയ്ഡ്സ് ആട്ടോ. എല്ലാം നല്ല കളേഴ്സ് ആണ്. ലൈറ്റ് ഒരു പിസ്ത ഗ്രീൻ്റെ ഒക്കെ ലൈറ്റ് കളർ. അതിലും സെയിം തന്നെ ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയിലും അകത്തോട്ട് മൊത്തത്തിൽ വർക്കാട്ടോ. നല്ല ഗ്രാൻഡ് ലുക്കുള്ള ഒരു ഐറ്റമാണ്. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്. ഇതിന്റെ നമ്പർ W393, റേറ്റ് വരുന്നത് 2680. അടുത്ത ഷെയ്ഡ് വരുന്നത് ലൈറ്റ് പീച്ച് കളർ ആട്ടോ. നല്ല ലൈറ്റ് ഒരു പൗഡർ പീച്ച് എന്നൊക്കെ പറയുന്ന ഒരു അത്രയും ലൈറ്റ് ഷെയ്ഡാണ്. ഇതിൻ്റെ അകത്തും ആ ഒരു ചെറിയ ബ്ലാക്ക് കളർ ഡോട്ട് പോലത്തെ ഒരു പ്രിന്റും ഉണ്ട്. അതിൻ്റെ അകത്താണ് കാന്ത ലൈൻസ് ഇടയ്ക്കൂടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രിന്റിന്റെ എടുപ്പൂടെ കുറച്ച് കൂടുതൽ കിട്ടും കേട്ടോ. പ്ലെയിൻ ആയിട്ടല്ല പോയേക്കുന്നത്. പ്രിന്റും ഉണ്ട്, ഫുള്ളായിട്ട് ആ ഒരു ത്രെഡിന്റെ വർക്ക് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. നോർമൽ നമ്മുടെ ഒറിജിനൽ കാന്താവർക്ക് തന്നെയാണ്. അതിൻ്റെ അകത്ത് ആ കുഞ്ഞ് സീക്വൻസ് ഇല്ലേ, അതും എല്ലാം അത്ര നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് പോയേക്കുന്നത്. ശരിക്കും ദുപ്പട്ട നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോഴേ അതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ. കാരണം വർക്കിന്റെ ആ ഒരു എടുപ്പ് നേരെ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ അകത്ത് ആ ഒരു വർക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരത്തില്ല. ഇതിലെല്ലാം ഫുള്ള് ത്രെഡ് വർക്കാട്ടോ. ഇതിന്റെ ബോട്ടം സാൻഡൂൺ ഫാബ്രിക് ആണ്. നമ്പർ W394, റേറ്റ് 2680. നമുക്ക് ലാസ്റ്റ് കളർ വരുന്നത് ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ്, ലൈറ്റ് കളർ ആട്ടോ. എന്നാലും നല്ല കളേഴ്സ് ആണ്. ആ ഒരു കാന്ത വർക്കുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനാണ് എല്ലാത്തിലും പോയേക്കുന്നത്. ലൈൻ പോലെ താഴത്തോട്ട് വന്നിരിക്കുന്നത് തന്നെ നല്ല ലെങ്ത്തിൽ നമുക്ക് ഹൈറ്റ് തോന്നിക്കുകയും ചെയ്യും. മാത്രമല്ല നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് ടോപ്പിനും ദുപ്പട്ടയ്ക്കൊക്കെ നല്ല ലെങ്ത് ഉണ്ട്. ബോട്ടം വരുന്നത് നല്ല സാൻഡൂൺ ഫാബ്രിക്കിന്റെ ആ ഒരു ക്വാളിറ്റി ഫാബ്രിക്കാണ്. മൊത്തം എല്ലാത്തിനും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. വാഷിംഗ് പോസിബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിന്റെ നമ്പർ W395, റേറ്റ് 2680.